മുസ്ലിം ലീഗിനെ വീണ്ടും വെട്ടിലാക്കി ഗുജറാത്ത് പുനരധിവാസ വിവാദം. മുസ്ലിം ലീഗ് ഗുജറാത്തിൽ നിർമ്മിച്ചു നൽകിയ വീടുകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ നൽകിയില്ലെന്നാരോപിച്ച് കലാപത്തിന്റെ ഇരകൾ കോഴിക്കോട്ടെത്തി. അഹമ്മദാബാദിലെ ദാനിലിംഡയിലെ 40ഓളം കുടുംബങ്ങൾക്കാണ് 12 വർഷം പിന്നിട്ടിട്ടും രേഖകൾ കൈമാറാത്തത്. എന്നാൽ ഇരകളെ കേരളത്തിലെത്തിച്ചത് ചില ഏജന്റുമാരാണെന്ന് പറഞ്ഞ് ആരോപണങ്ങൾ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തള്ളി. സിറ്റിസൺ നഗറിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ പുനരധിവാസ ഭവനങ്ങൾ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിനകത്താണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ലീഗിനെ വെട്ടിലാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 12 വർഷം പിന്നിട്ടിട്ടും ഭൂമിയുടെയും വീടിന്റെയും രേഖകൾ തങ്ങൾക്ക് നൽകിയില്ലെന്ന ആരോപണവുമായി ഇരകൾ കോഴിക്കോടെത്തിയത്. ലീഗ് നേതാക്കളോട് പലതവണ രേഖകൾ ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ തയ്യാറായില്ലെന്നും ഇരകൾ ആരോപിക്കുന്നു. നിരവധി തവണ ലീഗ് അഖിലേന്ത്യാ അധ്യക്ഷൻ ഇ അഹമ്മദിനോട് ആവശ്യമുന്നയിച്ചെങ്കിലും ഫലമുണ്ടായിട്ടില്ലെന്ന് ഇരകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇൻസാഫിന്റെ സന്നദ്ധ പ്രവർത്തകരും സാക്ഷ്യപ്പെടുത്തുന്നു. ഇ അഹമ്മദ് സാഹിബിനെ നിരന്തരമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. പ്രശ്നം പരിഹരിക്കുന്നതുവരെ കേരളത്തിൽ തുടരാനാണ് ഇരകളുടെ തീരുമാനം. എന്നാൽ ഇരകളുടെ ആരോപണത്തെ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തള്ളി. ഡീറ്റെയിൽസ് എനിക്കറിയില്ല, പക്ഷെ അവർ വന്നതായിരിക്കൂല, കൊണ്ടുവന്നതായിരിക്കും. അപ്പൊ എന്തായാലും ശരി, ഒരു കാര്യം ഉറപ്പാ, കൊണ്ടുവന്നത് ആരാന്നുള്ളത് നോക്കുന്നത് നല്ലതാണ്. കാരണം എല്ലാ ഇലക്ഷൻ വരുമ്പോഴും ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു സ്ഥിരം ഏജന്റ് ഉണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കലാപബാധിതരുടെ നീക്കങ്ങൾ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കാനാണ് സാധ്യത. റിപ്പോർട്ടർ, കോഴിക്കോട്.